ഇന്ന് നമ്മളൊരു ഇളനീർ പുഡിംഗ് ഡെസേർട്ട് റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയ്ക്ക് രുചിയാണ്, നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട ജെല്ലി പുഡിംഗ് ആണ് നമ്മൾ ആദ്യം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് നമ്മൾ 2 കപ്പ് അളവിൽ തേങ്ങാവെള്ളം അല്ലെങ്കിൽ കരിക്കിൻ വെള്ളം ചേർക്കുക. ശേഷം ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. നമ്മളിപ്പോൾ ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ചൈന ഗ്രാസ് ഫുള്ളായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നേരത്തെ പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന കരിക്കിൻ വെള്ളം നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് സമയം തിളപ്പിക്കേണ്ട, ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത സ്റ്റൗവിൽ നേരത്തെ നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കാം. ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് വെള്ളത്തിലൊന്ന് ലയിച്ച് വന്നാൽ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ മറ്റൊരു സ്റ്റവിൽ വെച്ചിട്ടുണ്ടായിരുന്ന കരിക്കിൻ വെള്ളം ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഒരുപാട് സമയം തിളപ്പിച്ചെടുക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതുപോലെ ചെറുതായിട്ട് തിളയ്ക്കുന്ന സമയത്ത് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമ്മൾ ഏത് ട്രേയിലാണോ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിലേക്കാണ് വെക്കുന്നത്, ഫ്രീസറിലേക്കല്ല. ഇനി നമ്മുടെ പുഡിംഗ് ഡെസേർട്ടിലേക്ക് വേണ്ട ക്രീമി പുഡിംഗ് ആണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 കരിക്കിൻ്റെ കാമ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് മറ്റൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മളൊരു 500 ml പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ല, ഒരു 3-4 ടേബിൾ സ്പൂൺ എക്സ്ട്രാ ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കുക. ശേഷം ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാരയും 1 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡും കൂടെയാണ് ചേർക്കുന്നത്. ഈ മിൽക്ക് മെയ്ഡ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറോ അല്ലെങ്കിൽ മൈദാപ്പൊടിയോ ചേർക്കാം. ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുക. ഈ സമയം സ്റ്റൗവിലുള്ള പാൽ നമ്മൾ നിർത്താണ്ട് ഇളക്കിയിട്ട് വേണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ കരിക്കീൻ്റെ പേസ്റ്റ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഫ്ലോർ മിക്സാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറും ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് സമയം തിളപ്പിക്കേണ്ട, ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തിള വരുന്ന സമയത്ത് ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. നന്നായിട്ട് ചൂട് പോയതിന് ശേഷം ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഇത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന കരിക്കിൻ വെള്ളത്തിൻ്റെ പുഡിംഗ് ഉണ്ടല്ലോ, അതൊരു 5 മണിക്കൂറായപ്പോഴേക്കും നന്നായിട്ട് സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുല വെച്ചിട്ടോ പതിയെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ ഓരോ ക്യൂബ്സും നമുക്കിതുപോലെ സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റും. ഇനി ഈ പുഡിംഗ് ഡെസേർട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഗ്ലാസ്സിലോ ബൗളിലോ ഇതുപോലെ കുറച്ച് ക്രീമി പുഡിംഗ് ആദ്യം ഒഴിക്കുക. അത് കുറച്ച് ക്രീമി രൂപത്തിലാണ് ഉണ്ടാവുക. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ജെല്ലി പുഡിംഗ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രൂട്ട് സാലഡ് എല്ലാം കഴിക്കില്ലേ, കോരി കഴിക്കില്ലേ, ആ ഒരു രീതിയിലാണ് ഇത് കോരി കഴിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.